നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റിയും ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റിയുമാണ്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഭരണഘടനയിൽ ദേശീയ പട്ടികജാതി കമ്മീഷനെ പറ്റി പറയുന്ന അനുച്ഛേദമാണ് ഇപ്പോൾ അനുച്ഛേദം 338. നമുക്കറിയാം 89ാം ഭേദഗതിയിലൂടെയാണ് അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷനെ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, പിന്നെ ഓർത്തിരിക്കുക, ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് 2004 ഫെബ്രുവരി 19 നിലവിൽ വന്നിരിക്കുന്നത്. ഇതിൽ 5 പേരാണുള്ളത്. എന്ന് വെച്ചാൽ 4 അംഗങ്ങളും ഒരു അധ്യക്ഷനുമാണുള്ളത്. പഠിച്ചു വെക്കുക, ദേശീയ പട്ടികജാതി കമ്മീഷനിൽ അധ്യക്ഷൻ്റെ ഒപ്പം തന്നെ ഉപാധ്യക്ഷനും ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, മറ്റ് 3 അംഗങ്ങൾ, അങ്ങനെ പഠിച്ചു വെക്കുക. ദേശീയ പട്ടികജാതി കമ്മീഷനിലെ അധ്യക്ഷനെ, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഒപ്പം തന്നെ ഈ കമ്മീഷൻ അതിൻ്റെ ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്കാണ് ആനുവൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി എത്രയെന്ന് ചോദിച്ചാൽ കാലാവധി 3 വർഷമാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ഓക്കെ ആണല്ലോ. ആദ്യ അധ്യക്ഷനായിരുന്നു ആര്? സൂരജ് ബാൻ. ഓർത്തിരിക്കുക, സൂരജ് ബാൻ ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. അടുത്തത് നമ്മൾ ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ദേശീയ പട്ടികവർഗ കമ്മീഷനെ പറ്റി ഭരണഘടനയിൽ പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 338A ആണ്. 89ാം ഭേദഗതിയിലൂടെയാണ് ഇതും കൂട്ടിച്ചേർത്തിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഇന്ത്യയിൽ നിലവിൽ വരുന്നത് 2004 ഫെബ്രുവരി 19 ഇന്ത്യയിൽ നിലവിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിൽ 5 പേരാണുള്ളത്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അധ്യക്ഷനും ഉപാധ്യക്ഷനും 3 അംഗങ്ങളുമാണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കുക. ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ്. ഒപ്പം തന്നെ ഈ കമ്മീഷൻ ഒരു ചുമതലയുണ്ട്, അതിന് ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇവരുടെ പ്രശ്നങ്ങളെ പറ്റി പഠിച്ച് ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ റിപ്പോർട്ട് അവർ സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത് അറിഞ്ഞിരിക്കുക. ഇനി കാലാവധി ചോദിക്കുകയാണെങ്കിൽ കമ്മീഷൻ്റെ കാലാവധി 3 വർഷമാണ് ഒരു കമ്മീഷൻ്റെ കാലാവധി പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ ആദ്യ അധ്യക്ഷനായിരുന്നു, ദേശീയ പട്ടികവർഗ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ആര്? കൻവർ സിംഗ്. 2004 നിലവിൽ വരുമ്പോൾ കൻവർ സിംഗ് ആയിരുന്നു ആദ്യ അധ്യക്ഷൻ. ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിൽ നിന്നുണ്ടായ 2 കമ്മീഷനാണ് ദേശീയ പട്ടികജാതി കമ്മീഷനും ദേശീയ പട്ടികവർഗ കമ്മീഷനും. ഇതിനെപ്പറ്റിയാണ് നമ്മൾ പഠിച്ചത്. 2003 89ാം ഭേദഗതിയിലൂടെയാണ് 2 കമ്മീഷനായി മാറിയെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ആണല്ലോ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. PSC നിരന്തരം ചോദ്യം ചോദിക്കുന്ന മേഖലയാണ്. താങ്ക്